ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിങ്സ് ഇൻ പിങ്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫേമസ് ഇന്ത്യൻ ആർട്ട് ഫോം ആയിട്ടുള്ള മധുബനി ആർട്ട് എങ്ങനെ ഭംഗിയായി ഒരു ക്ലേ പോട്ടിൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പെയിൻറ്റിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് മധുബനി ആർട്ട് എന്ന് പറയാം. നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ് അതുപോലെ മുഗൾ പെയിൻറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതേപോലെ തന്നെ ഒരു ഇന്ത്യൻ ട്രഡീഷണൽ ആർട്ട് ഫോമാണ് മധുബനി ആർട്ട്. ഇത് ബീഹാറിലെ മിഥില മേഖലയിലെ മധുബനി എന്ന ജില്ലയിൽ രൂപം കൊണ്ട ഒരു ചിത്രകലയാണ്. അവിടെ മുതിർന്ന സ്ത്രീകൾ തലമുറയായിട്ട് കൈമാറുന്ന ഒരു കലാരൂപമാണിത്. സാധാരണയായി ചുവരുകളിലും പാത്രങ്ങളിലും തുണികളിലും ഒക്കെയാണ് മധുബനി ആർട്ട് വർക്ക് ചെയ്യാറുള്ളത്. മധുബനി ആർട്ടിനെ പറ്റി കൂടുതൽ അറിയാൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് ഇമേജസും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു മധുബനി പെയിന്റിങ് ഏതാണെന്ന് ചോദിച്ചാൽ SBIയുടെ ATM കാർഡിൽ ഒരു ലേഡിയുടെ പിക്ചർ ഉണ്ട്. അതൊരു മധുബനി ആർട്ടിന് എക്സാമ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ഒരു പെയിൻറ്റിങ് എങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സ്റ്റെപ്പ് 1, നല്ലൊരു ഡിസൈൻ സെലക്ട് ചെയ്യുക. നമ്മൾ ചെയ്യാൻ പോകുന്ന പെയിൻറ്റിങ് എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റി നമുക്ക് ഏകദേശം ഒരു ധാരണ വേണം. ഇനി ഞാൻ ഇതിനു വേണ്ടി തീമായിട്ടെടുത്തത് മധുബനി എലിഫൻസ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി. ഒരുപാട് മധുബനി എലിഫൻസിൻ്റെ ഔട്ട്ലൈൻസ് നമുക്ക് കിട്ടും. പല പല കളർ കോമ്പിനേഷനിൽ കിട്ടും. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും നമ്മൾ അതിനു വേണ്ടി സെലക്ട് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു ഔട്ട്ലൈനാണ്. അപ്പോൾ ഡിസൈൻ ഏകദേശം അങ്ങനെയാണ് സെറ്റ് ചെയ്തത്. 3 എലഫൻസ് ചുറ്റും വരുന്ന രീതിയിലും അതിൻ്റെ മുകളിൽ ഫുള്ളും ഫ്ലോറൽ ഡിസൈൻസുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബേസ് കളറായിട്ട് യെല്ലോ സെലക്ട് ചെയ്തു. എലഫൻസിന് സ്കൈ ബ്ലൂ കൊടുക്കാനും തീരുമാനിച്ചു. ഇനി സ്റ്റെപ്പ് 2, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഡിസൈൻ ഏതാണെങ്കിലും അത് ഈ ഒരു ക്ലേ പോട്ടിൽ പകർത്തുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടി ഞാൻ ആദ്യം ചെയ്തത് ഇതിന് ടോട്ടൽ എത്ര അളവുണ്ടെന്ന് അളന്നെടുത്തു. അതിനുശേഷം ഒരു എലിഫൻറ്റിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഏകദേശം ഞാൻ സെറ്റ് ചെയ്തു. ആ ഒരു അളവിൽ പേപ്പറിൽ ഇതുപോലെ എനിക്കിഷ്ടപ്പെട്ട എലിഫൻറ്റിൻ്റെ ഔട്ട്ലൈൻ ഞാൻ വരച്ച് അത് കട്ട് ചെയ്തെടുത്തു. ഈ കട്ടിങ്ങാണ് 3 സൈഡിലും ഞാൻ വെച്ച് CD മാർക്കർ വെച്ച് അതിൻ്റെ ഔട്ട്ലൈൻ ചെയ്തത്. അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്തത് ഈ 3 ആനകൾ ഒഴികെയുള്ള ഭാഗം, അതായത് ഔട്ട്ലൈൻ ഒഴികെയുള്ള ഭാഗത്ത് മുഴുവനും യെല്ലോ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്ത് ഞാൻ ഫില്ല് ചെയ്തു. സ്റ്റെപ്പ് 3, എലിഫൻസ് ആണ് ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ മെയിൻ അട്രാക്ഷൻ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഡെക്കറേഷനും കളർ കോമ്പിനേഷനും വരുത്തേണ്ടത് ഈ ഒരു എലിഫൻസിലാണ്. അതുകൊണ്ട് 3 ആനകൾക്കും 3 രീതിയിൽ ഡിസൈൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് 3 ഡിസൈൻസ് ഞാൻ സെറ്റ് ചെയ്തു. സ്റ്റെപ്പ് 3 കംപ്ലീറ്റ് ആയ നിങ്ങൾക്ക് കാണാം 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള എലിഫൻസ് ആണ് നമ്മൾ വരച്ചത്. കംപ്ലീറ്റ്ലി വേറെ വേറെ ഡിസൈൻസ് ആണ്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്യാണ് ചെയ്യണത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന പോലെ ഫ്ലോറൽ ഡിസൈനാണ് ബാക്കിയുള്ള സൈഡിൽ കൊടുത്തത്. അപ്പോൾ ഈ പെയിൻറ്റിന് മുകളിൽ കൂടെ നമുക്കൊന്നുപോലെ CD മാർക്കർ യൂസ് ചെയ്ത് ഔട്ട്ലൈൻ വരയ്ക്കാം ഫ്ലോറൽ ഡിസൈനിൻ്റെ. അതല്ലെങ്കിൽ സാധാരണ പെൻ യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഔട്ട്ലൈൻ വരച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഫൈനൽ ലുക്കിന് വേണ്ടി ബ്ലാക്ക് ഔട്ട്ലൈൻ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മധുബനി ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ മധുബനി ആർട്ടിൽ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ തൊട്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് വരെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പെയിൻറ്റിങ് അധികം അറിയാത്ത ആൾക്കാർക്ക് വരെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒന്നാണ് മധുബനി ആർട്ട്. പിന്നെ ഇത് ക്ലേ പോട്ടിൽ മാത്രമല്ല, ഇഷ്ടമുള്ള പാത്രങ്ങളിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ സ്പൂൺസിൽ, അതുപോലെ ചുവരിൽ, തുണികളിൽ, പേപ്പറിൽ, ക്യാൻവാസിൽ തുടങ്ങി എവിടെ വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കയ്യിൽ കുറച്ച് കളേഴ്സ് പെയിൻറ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് എവിടെയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള പെയിൻറ്റിങ്, ആർട്ട്, ക്രാഫ്റ്റ്, സ്റ്റിച്ചിങ് വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു.